ഹായ്, ഞാൻ ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന്, അതുപോലെ ആർക്കിടെക്ട്സിന്. ഹായ്, ഞാൻ ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന്, അതുപോലെ ആർക്കിടെക്ട്സിന്, അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ഇതിനോടനുബന്ധിച്ച് വരുന്ന ബിസിനസ്സുകൾക്ക്, ഇനി അതല്ലെങ്കിൽ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക്, ഇവർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, അവരുടെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ മേഖലയുടെ പ്രശ്നങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് എന്നുള്ളത് വളരെ പരമസത്യമാണ്. രണ്ട്, ലോങ് സെയിൽസ് സൈക്കിളാണ്. നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് ചെയ്യാവുന്ന കാര്യത്തിലല്ല ഈ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റുകൾ കിടക്കുന്നത്. കൂടാതെ നമുക്ക് ക്ലയൻറ്റിനുള്ള എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. പലരും പല രൂപത്തിൽ പറ്റിക്കപ്പെട്ടിട്ടും അതുപോലെ ഉഡായ്പകളൊക്കെ ചെയ്തിട്ടും ഒക്കെ കാര്യങ്ങൾ വളരെയധികം മോശപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സത്യം പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. പിന്നെ പോർട്ട്ഫോളിയോ ഡെവലപ്മെൻറ്റ്, പല ആളുകളും ഒരു പോർട്ട്ഫോളിയോ ഇല്ലാതെ അവർ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ബിസിനസ് നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ആളുകൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള വർക്കുകളൊക്കെ നോക്കും. അത് പ്രത്യേകിച്ച് ഈ ഒരു ഇൻറ്റീരിയർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഇതൊരു ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു ലെവലിലുള്ളൊരു വർക്കാണല്ലോ, തീർച്ചയായിട്ടും അത് ആളുകൾ ശ്രദ്ധിക്കപ്പെടും. പിന്നെ ടെക്നോളജി അഡോപ്ഷൻ, പലരും ഇന്നും പല ടെക്നോളജികളും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തയ്യാറല്ല. ജസ്റ്റ് ഒരു ആഡ് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ മാനുവലായിട്ട് കൊണ്ടുപോകുന്ന രൂപത്തിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്നൊക്കെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇതിൽ നമുക്ക് ചെയ്യാവുന്നത്, സപ്പോസ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടുക, അതുപോലെ ലീഡ് ജനറേഷനും മറ്റൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുക, പിന്നെ ഡിലേയ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറക്കുക. അത് നമുക്കൊരു വിർച്വൽ അസിസ്റ്റൻറ്റിനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്, അതായത് ചാറ്റ് ബോട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഇനീഷ്യലായിട്ട് എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്ന കുറേ കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാക്സിമം ചെയ്യാൻ നോക്കുക. എന്നാൽ തന്നെ നിങ്ങളുടെ കുറേ ബേർഡൻസ് അല്ലെങ്കിൽ കുറേ തലവേദനകൾ കുറക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓട്ടോമേറ്റഡ് മെസ്സേജിങ്, കസ്റ്റമർ കെയർ, ഇതൊക്കെ നമുക്ക് റൺ ചെയ്യാം. ഇതിനൊക്കെ വളരെ സിമ്പിളാണ്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പലരും പല കാര്യങ്ങളാക്കും എൻക്വയറി നടത്തുന്നുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഒരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളിംഗ് സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പലർക്കും പല സമയത്തായിരിക്കും ഒഴിവുകളും അല്ലെങ്കിൽ അവരുടെ അവൈലബിലിറ്റി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സപ്പോസ് ഈ ഒരു ആഡ് കാണുമ്പോൾ ആ സമയത്തായിരിക്കും അയാൾ ഫ്രീ ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അവർ കോൺടാക്ട് ചെയ്യുന്ന രൂപത്തിലൊക്കെ ചെയ്യാം. പിന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് വാട്സപ്പ് വഴി തന്നെ ചെയ്യാം. അതുപോലെ ബ്രോഡ്കാസ്റ്റിങ്ങും ഇതൊക്കെ വാട്സപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ നേരിട്ടുള്ള ഇൻബോക്സിലേക്കാണ് അത് കിട്ടുന്നത്. പിന്നെ ഫീഡ്ബാക്സും റിവ്യൂസൊക്കെ കളക്ട് ചെയ്യുക, സർവേസ് കണ്ടക്ട് ചെയ്യാം. CRM, ഒരു ബേസിക് CRM അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് അതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാം മാക്സിമം. ഓരോ കസ്റ്റമറും ഓരോ ലീഡ് വരുന്നതും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതെല്ലാം ഈ സിസ്റ്റംസുമായിട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. പിന്നെ നല്ല കണ്ടൻറ്റുകൾ ചെയ്യാം, അതുപോലെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യാം. ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ബർഡൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ട്രെൻഡ് എന്താണ്, സീസണൽ കാര്യങ്ങൾ എന്താണ്, അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകളും പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ആ സമയത്ത് തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലോങ് സെയിൽസ് സൈക്കിൾ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എപ്പോഴും അപ്ഡേറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് നടത്തേണ്ടതായിട്ട് വരും. അതിന് നിങ്ങൾ മാനുവലായിട്ട് അത് ചെയ്യുന്നതിനേക്കാൾ വളരെ ഉത്തമം ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്ലയൻറ്റുമായിട്ട് ഒരു റിലേഷൻ ബിൽഡാവും. അവർക്ക് നമ്മുടെ മേലൊരു ട്രസ്റ്റ് ഉണ്ടാവും. കാരണം ഇത്രയും വർക്കുകളും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് കാണുമ്പോൾ. പിന്നെ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം മാത്രം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുന്നില്ല. അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകളും കൂടി നമ്മൾ ചെയ്യാം.
അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പിന്നെ സാധാരണത്തെ പ്രശ്നങ്ങൾ നാം പറയുന്നത് ഡിലേകൾ ഒക്കെ ഒഴിവാക്കുക. അത് നമുക്ക് ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്താൽ തന്നെ നടക്കുകയുള്ളൂ. മാനുവലായിട്ടൊക്കെ നിങ്ങളിപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നല്ലാണ്ട് ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു നല്ല രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ടെക്നോളജി ചേഞ്ചസ് നമ്മൾ വരുത്തുക, അത് അഡോപ്റ്റ് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാതെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്കെങ്ങനെ മുൻപിട്ട് നിൽക്കാം, നമുക്കെങ്ങനെ ടോപ്പറാവാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. എനിവേ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും.